Alhamdulillah Rabbil Alamin. Allahumma salli ala Muhammadin wa ala alihi wa sahbihi ajma'in. Rabbi zidni ilman nafi'an wa amalan mutaqabbala. Rizqan halalan tayyiban quluban khashiyah. Amma ba'd. Assalamu alaikum wa rahmatullahi wa barakatuh, my beloved sisters. ഇത് കേട്ട് എല്ലാരും വിചാരിച്ചിട്ടുണ്ടാവും എന്തോ ഒരു സ്പെഷ്യൽ ട്രിക്ക് ഉണ്ടല്ലേ പറയാനെന്ന്. ആ ട്രിക്ക് പ്രയോഗിച്ച് നോക്കാല്ലേ, നമുക്ക് പോകാലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവൂലേ. ആക്ച്വലി ഹദീസിലൊന്നും ഖുറാനിലൊന്നുള്ള ട്രിക്കല്ല. ഞാൻ എൻ്റെ ഐഹിക ജീവിതത്തിന്റെ പല അനുഭവങ്ങളും വെച്ച് നമ്മൾ അള്ളാഹുവിനെ ഒന്ന് പഠിക്കലുണ്ടല്ലോ അല്ലെ. പണ്ടാരോ പറഞ്ഞ പോലെ നമ്മള് അള്ളാഹുവിനെ ലൗഹുൽ മഹഫൂദിൽ വെച്ച് പരിചയപ്പെട്ടതാണല്ലോ അല്ലെ. ആ അള്ളാഹ് എങ്ങനെ മനുഷ്യന്മാരോട് ബിഹേവ് ചെയ്യുന്നു, എങ്ങനെ മനുഷ്യന്മാരുടെ ഹൃദയം കാണുന്നു, എങ്ങനെ എത്രമാത്രം സ്നേഹം അള്ളാഹുവിന് നമുക്കുണ്ട്. നമുക്കറിയാമല്ലേ, 99% ലവ് അള്ളാഹു ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് സ്വർഗത്തുനിന്ന് തരാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പൊ ഈ ഒരു പെർസെന്റേജ് തന്നെ നമുക്ക് ഇഷ്ടം പോലെ അൽഹംദുലില്ലാ കണ്ണുണ്ട്, കാതുണ്ട്, ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്, വീടുണ്ട്, എല്ലാം രുചി അറിഞ്ഞ് ഭക്ഷണം കഴിക്കാം അല്ലെ. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അൽഹംദുലില്ലാ. അപ്പൊ ഈ ബാക്കി 99 കൂടെ ഒത്തുപിടിച്ചാലല്ല നമുക്ക് പൂർത്തിയാവുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലാണ് അതിൽ. അപ്പൊ ഇങ്ങനെ ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ എന്റെ അനുഭവത്തിൽ കുറച്ച് ഒരു വെച്ചാല് ആരൊക്കെയോ നമുക്ക് അജിനൊക്കെ വിചാരിക്കുമ്പോ പോകുന്നുണ്ട്. നമ്മളെനിക്ക് ഇവരൊക്കെ എന്താ ഇങ്ങനെ പോകുന്നത്, നമ്മളൊക്കെ എത്രയായി വിചാരിക്കുന്നു തോന്നാറുണ്ട് അല്ലെ. പക്ഷെ അങ്ങനെ പല കാര്യങ്ങളും ആഗ്രഹിച്ച് ദുആ ചെയ്ത് നടത്തിക്കുന്നവരും എന്നാൽ ദുആ ചെയ്യാൻ മടിക്കുന്നവരുമായിട്ടുള്ള ഒരു കുറച്ച് ആളുകളായിട്ടുള്ള ഒരു കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ ഉംറക്ക് പോകുന്നെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഗ്രൂപ്പിൽ നിന്ന് ഒരുപാട് ആളുകൾ ഒരു രോഗം, ഭർത്താവ്, വീട്, ജോലി, കുട്ടികളെ, പിന്നെ ആണിനും പെണ്ണിനും ഒക്കെ, പെൺകുട്ടികൾക്കൊക്കെ കല്യാണം ശരിയാവാൻ, അങ്ങനെയൊക്കെ ഒത്തിരി ദുആകൾ പറഞ്ഞതിൽ അതായത് വളരെ മേജർ പോർഷൻ ദുആകളും ഇസ്രയെ നിങ്ങളൊന്ന് അവിടെ എത്തിയിട്ട് നമ്മൾ ഹജ്ജിന് പോയവരും പോകാത്തവരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞ് നമുക്ക് വേണ്ടി ദുആ ചെയ്യണേന്നാണല്ലേ. ഹബ്ബിൽ കബീർ, ഭയങ്കരമായ ആഗ്രഹത്തോടു കൂടി അവര് സിൻസിയറായിട്ട് തന്നെ പറയാം. അങ്ങനെ അത് തന്നെ. അല്ലാണ്ട് ഇപ്പൊ ഇന്നലെ ഞാൻ ഇതുപോലെ വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നോട് ദുആക്കൊന്നും പറഞ്ഞില്ല. ഞാൻ നേരിട്ട് അള്ളഹാനോട് മാത്രം വന്ന അങ്ങനത്തെ ആളുകളും ഉണ്ട്. അള്ളാഹു സ്വീകരിക്കും അൽഹംദുലില്ലാ. അപ്പൊ നമ്മളായിരിക്കും പവിത്ര അല്ലെ ഗേഹം, അള്ളാഹുവിന്റെ ബൈത്തുല്ലാഹി അല്ലെ, ലോകത്തിലേക്ക് വെച്ച് ശ്രേഷ്ഠമായ ബൈത്ത്, അതും ഹെബാലയത്ത് പോകാന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഭാഗ്യാണ്. എത്രയോ കോടീശ്വരന്മാരില്ലേ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, കുറെ മരിച്ചു പോയിട്ടുമുണ്ട് നമ്മുടെ വല്യപ്പന്മാരും അങ്ങനെ ആരൊക്കെയൊക്കെ അല്ലെ. ആ ഭൂമി ഒന്ന് ചവിട്ടാൻ, അവിടെ ഒന്ന് പോകാൻ, അതിന്റെ മഹത്വം ഒന്നും അറിയാത്ത ഒരുപാട് ആളുകളായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല, നമുക്ക് അറിയില്ലായിരുന്നു എന്നൊരു വകുപ്പ് ഇല്ല അല്ലെ. ഇഷ്ടം പോലെ നോളജാണ്, ഇഷ്ടം പോലെ അറിവാണ് നമുക്ക്. എന്നിട്ടും നമ്മൾ അതിനെ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കാൻ പാടില്ല അല്ലെ. ഒരു ദുആ എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. ഇപ്പൊ ഒരു വിശ്വാസി എല്ലാ ഭക്തനിസ്കാരത്തിലും, എല്ലാ തഹജ്ജുദിലും, ദുആകളിലും ഒക്കെ അങ്ങനെ പ്രാർത്ഥിക്കുക, എന്നെ ഹറമിൽ കൊണ്ടാണ് അള്ളാഹു എനിക്കൊന്ന് ഹറമ കാട്ടിത്തരണേ എന്ന് പറഞ്ഞാൽ അവൻ ഹറമിൽ പോകാൻ എന്തായാലും certainly സാധിച്ചിരിക്കും. കാരണം അള്ളാഹു അല്ലേ, ഇന്നല്ലാഹു സമീഉൽ ബസീർ, എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മുടെ ദുആ കേൾക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിക്ക് പോകാൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അല്ലെ. അത്രക്കാണ് അള്ളാഹുവിന് നമ്മുടെ നമ്മുടെ കണ്ടനാടിയേക്കാൾ ഹബിലിൽ വരീത് അല്ലെ, നമ്മളെ കണ്ടനാടിയേക്കാൾ അടുത്താണ് അള്ളാഹു. അപ്പൊ അങ്ങനെ അത് വെച്ച് ദുആ ചെയ്ത് നോക്കുമ്പോ ഈ ആളുകളും ലൈസ ഷൈഉൻ അക്രമ അലല്ലാഹി തആല മിൻ ദുആ അല്ലെ, അള്ളാഹുവിന്റെ അടുത്ത് ദുആകളേക്കാൾ മഹത്തരമായിട്ട് യാതൊന്നുമില്ലെന്നാണ് പറയുന്നത് അല്ലെ. ദുആ സ്വീകരിക്കാൻ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് അല്ലെ.
നമ്മുടെ ഇസ്ലാമിൽ എല്ലാറ്റിനും ഉണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെ. സക്കാത്ത് ആണെങ്കിൽ അതിനുണ്ട്, അതിന് നിസാബതായണം, പൈസ വേണം, പിന്നെ ഹലാലായിരിക്കണം, തൊയ്യബായിരിക്കണം, അങ്ങനെ അങ്ങനെ എല്ലാറ്റിനും നോമ്പിനും നിസ്കാരത്തിനൊക്കെ. അതുപോലെ തന്നെ ഈ ദുആ അല്ലെ, ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എന്തോ മിറാക്കൾ ടൂളുമായിട്ടാണ് ഞാൻ വരുന്നത് അല്ലേ. എന്റെ ടൂൾ ഇത് എന്നാണ്, പവർഫുൾ ടൂളാണ് ദുആ അല്ലെ. അപ്പൊ ദുആ സ്വീകരിക്കണമെങ്കിൽ 5 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് ഇഖ്ലാസോടെ പ്രാർത്ഥിക്കണം, റബ്ബേ എനിക്കിനി കട്ടിത്ത എനിക്ക് തരണം. ഞാൻ അള്ളാഹിനോട് നമുക്ക് ചോദിക്കല്ലേ, ഇനി എത്ര പൈസക്കാര് കൊല്ലം കൊല്ലം ഉംറക്ക് പോണോലും 2-3 പ്രാവശ്യം പോകുന്നവരൊക്കെ ഉണ്ടല്ലോ, റബ്ബേ നീ എന്നെ ഒന്ന് കാട്ടിത്തന്നില്ലാൽ. അങ്ങനെ വാശി പിടിച്ച ആകാംക്ഷയോടുകൂടി ആവശ്യത്തോടു കൂടി എന്താ പറയാ അത്യാഗ്രഹത്തോടു കൂടി ചോദിച്ച ഒരാളെയും അള്ളാഹുലേക്ക് ഉയർത്തിയ കൈകളെ തിരിച്ചയക്കുന്നതിൽ അള്ളാഹു ലജ്ജിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച എന്തായാലും കിട്ടാതിരിക്കില്ല, കിട്ടും. പിന്നെ ഉറച്ച വിശ്വാസം, അള്ളാഹുവില് നല്ല തൽക്കീൻ വേണം അല്ലെ, നല്ല ഉറച്ച വിശ്വാസം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ അത് വെച്ചായിരിക്കണം നമ്മൾ ദുആ ചെയ്യുന്നത്. എന്നിട്ട് ഹൃദയ സാന്നിധ്യത്തോടെ അല്ലെ, കുറച്ച് പഠിച്ചു വെച്ചിട്ടുള്ള കുറെ ദുആകളുടെ അറബി ഫോർമാറ്റുകൾ ഇങ്ങനെ വായിക്കുക, ഓതുക അല്ലെ. അത് കിട്ടുവോ കിട്ടൂലേ, എന്താണ് അതിനുള്ളിൽ അർത്ഥം, അതില് എന്താണ്, അതൊന്നും അറിയാണ്ട്. പക്ഷെ ഇപ്പൊ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം വല്ല ദുആകളൊക്കെ മനപ്പാടമാണെങ്കിലും അതല്ലാതാണെങ്കിലും ഒക്കെ പഠിക്കുന്നവർ അധികം അർത്ഥം വെച്ചിട്ടൊക്കെ തന്നെയാണ് പഠിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തന്നെ നല്ല ദുആക്ക് നല്ല റിവ്യൂസ് ആണ് എന്ന് വേണം പറയാം അല്ലെ. എല്ലാരും തന്നെ ദുആ, ഇപ്പം അറബി അറിയാത്തവര് പോലും പിന്നെ ദുആ ചെയ്യാനവര് മലയാളത്തിലാണെങ്കിലും അതിന്റെ മീനിങ് അറിഞ്ഞിട്ടായിരിക്കും ദുആ ചെയ്യുക. അങ്ങനെ അപ്പൊ നമ്മുടെ ഹൃദയം സജീവമായിട്ട് പങ്കെടുത്ത ഒരു ദുആ ആയിരിക്കണം. അത് നമ്മുടെ ദുആന്റെ ഒരു കണ്ടീഷൻ ക്ലോസിൽ വെച്ചിട്ടുള്ളതാണ്. പിന്നെ പ്രവാചക ചര്യ അനുസരിച്ച് ആയിരിക്കണം അല്ലെ. അല്ലാണ്ട് നമുക്ക് തോന്നിയ പോലെ തോന്നുന്ന സമയത്തൊന്നും ദുആ ചെയ്താല് കിട്ടൂല അല്ലെ. അതിനൊക്കെ ഒരു പ്രത്യേക സമയവും കാലവും ഒക്കെ ഉണ്ട്. ആ സമയങ്ങളിലൊക്കെ ദുആ ചെയ്താലാണ് അള്ളാഹു കൂടുതൽ കബൂൽ ചെയ്യുക അല്ലെ. പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അത് കിട്ടും. നമ്മുടെ റബ്ബ് അതിന് കഴിവുള്ളവനാണ് അല്ലെ. അലാ കുല്ലി ഷൈഇൻ ഖദീറാണ്, അവൻ തരും എന്നുള്ള വിശ്വാസത്തിൽ അല്ലെ ദുആ ചെയ്യണം. ഈ 5 കണ്ടീഷൻസ് ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും അല്ലെ, സെർട്ടൺലി നമ്മൾ ദുആ അള്ളാഹു കേട്ടിരിക്കും, അള്ളാഹു സ്വീകരിച്ചിരിക്കും അല്ലെ. പക്ഷെ ഈ ഹദീസിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ബിക്കോസ് ഇതൊക്കെ ധാരാളം പ്രഗത്ഭ പണ്ഡിതന്മാർ നിങ്ങൾക്ക് വിവരിച്ച് തന്നിട്ടുള്ള ഹദീസും ഖുർആൻ വചനങ്ങളും ഒക്കെ ആണ്. പക്ഷെ ഞാൻ എൻ്റെ അനുഭവത്തിൽ, എൻ്റെ ഈ 10-60 വയസ്സിന്റെ എക്സ്പീരിയൻസിനിടയിൽ ഞാൻ കണ്ടിട്ടുള്ള ചില അല്ല ഇന്ന് തന്നിട്ടുള്ള ദലീലുകളുമായിട്ട്, ചില തെളിവുകളുമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. അൽഹംദുലില്ലാഹ്, ബാറക്കല്ലാഹു ഫീ. ആ ഒരു തെളിവുകൾ, ആ ഒരു ജീവിതത്തിന്റെ എന്ന് വെച്ചാൽ നമുക്ക് പച്ചയായ എന്താ പറയാ ദൃഷ്ടാന്തങ്ങൾ അല്ലെ, ആയാത്തിൽ ഇന്ന ഫീ ദാലിക ലദീന യദ്കുറൂന അല്ലാഹ എന്നാണ് നഫീദാലിക്കൽ ആയാത്തിൽ ലിൽ അൽബാബ് അല്ലെ. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ. അതുപോലെ ഒരു ചിന്തയിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ള ഒരു 2-3 കാര്യങ്ങൾ, ഒരു 4-5 കാര്യങ്ങളാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലെ. ഹദീസിന്റെ തഫ്സീറിന്റെ മുൻപേ ഞാൻ ഈ 3-4 വിഷയങ്ങൾ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് ഒരു 2020 അതിന് ശേഷം മുൻപോ എനിക്ക് വ്യക്തമായി ഓർമ്മയില്ല. ഒരു ലിവിങ് എക്സാമ്പിൾ ആണിത്. അത് നടന്നൊരു സംഭവമാണ്. എക്സാമ്പിള്, ഒരു മരുമകളും അമ്മായിയമ്മ. ആ അമ്മായിയമ്മ പറയുന്ന വ്യക്തി പിന്നെ ശരിക്കുള്ള രണ്ടാനമ്മയാണ്, ഉമ്മല്ല. അപ്പൊ പിന്നെയും കല്യാണം കഴിച്ചത്. അങ്ങനെ ഇവര് രണ്ടാളും ഒരു വീട്ടിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോ പിന്നെ ഈ രണ്ടാനമ്മ എപ്പോഴും ദുആ ചെയ്യും, പിന്നെ മോന് വീടാവണേ, മോന് വീടാവണേ. അയമ്മന്റെ ഇന്റൻഷൻ എന്താ വെച്ചാ, മോന് വീടായി ഓൻ പോയി കഴിഞ്ഞാൽ അയമ്മക്കും ഭർത്താവിനും സുഖമായിട്ട് ജീവിക്കാം, നല്ല ആഗ്രഹം തന്നെ അല്ലെ. അങ്ങനെ ദുആ ചെയ്തു. അപ്പം ഇതിങ്ങനെ ആ സ്ത്രീയോട് ആര് ചോദിച്ചു, അല്ല നിങ്ങൾ എന്താ ദുആ ചെയ്യാത്ത? അത് അള്ളാഹ്ക്ക് അറിയാലോ, എനിക്ക് വീട് വേണമെന്ന് അള്ളാഹ്ക്ക് അറിയാലോ, അള്ളാഹ് തന്നോളൂ അല്ലേ എന്നാണ് അയമ്മന്റെ ഒരു ഭാഷ. അങ്ങനെ ഈ മകന് വീടാവാൻ ദുആ ചെയ്തപ്പോ ഇത് കേട്ട് നിന്നവര് പരിഹസിച്ച അള്ളാഹു പിന്നെ പരലോകത്തുനിന്നും ഒരു കയറിൽ കെട്ടിത്തൂക്കും വീട്. കാരണം അവനൊരു ഗതിയില്ലാത്തൊരു പാവപ്പെട്ടവനാ. അങ്ങനെ വീട് കിട്ടുമെന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ അവര് പരിഹസിച്ചു. പക്ഷെ ആ തൗബ ചെയ്ത് നിസ്കരിക്കേണ്ടി വന്നു അവർക്ക്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വീട് കൊടുത്തു അല്ലെ. അപ്പം ഈ 2 വിഷയത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാല്,
ആ വീട് കൊടുക്കണേ എന്ന് പറഞ്ഞത് അവർ 100% സിൻസിയർ ആയിട്ടായിരുന്നു പറഞ്ഞത്. അവർക്ക് വീട് കിട്ടുകയും ചെയ്യും. അത്യാവശ്യം നല്ല വീട്, നല്ല സെറ്റിൽഡ് വീട് കിട്ടി. പക്ഷേ പിന്നെ സ്വന്തമായിട്ട്, അതാണ് എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ദുആക്കൊരു ഫോർമാറ്റ് ഉണ്ട്, അതിന്റെ അദബുകളും ചിട്ടകളുണ്ട്. നമുക്ക് വേണ്ടി ദുആ ചെയ്തിട്ടാ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യാവൂ അല്ലേ? അപ്പൊ അവര് പറയുന്നത് എനിക്ക് വീട് വേണമല്ലോ, അള്ളാഹു തരുമല്ലോ. അങ്ങനെ ഒരു ഓപ്ഷൻ എവിടെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലെ? അതായത് വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബ ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് അല്ലേ? ഒരു മനുഷ്യന്റെ അള്ളാഹ് തീർച്ചയായിട്ടും നാമാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്. അവന്റെ മനസ്സ് കൊണ്ട് ഇരിക്കുന്നത് എത്രയും എല്ലാം അള്ളാഹു അറിയുന്നു. അവൻ കണ്ടനാടിയേക്കാൾ അടുത്താണ്. എങ്കിൽ പിന്നെ അല്ലെ, അള്ളാഹുവിനോട് എന്തുകൊണ്ട് അവർ ചോദിക്കുന്നില്ല? അവർ ചോദിച്ചില്ല. അള്ളാഹു ഓഫറായിട്ട് നൽകും. അള്ളാഹു പലതും നമുക്ക് ഓഫറായിട്ട് നൽകുമായിരിക്കും അല്ലെ? പക്ഷെ ഒരു ഹദീസിന് മൻ യസ്അലില്ലാഹ യഗ്ളബു അലൈഹി, ആരല്ലാഹുവിനോട് ചോദിക്കുന്നില്ലയോ അവനോട് അള്ളാഹു കോപിച്ചിരിക്കുന്നു അല്ലെ? അതായത് ദുആ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ഓഫ് എ ബിലീവർ. ഒരു വിശ്വാസിയുടെ ഏറ്റവും പവർഫുൾ ആയുധം എന്താണ്? ദുആ ആണ് അല്ലേ? ആ ദുആയാണ് ഇപ്പൊ ഇവിടെ ഫലിച്ചതും ഫലിക്കാതിരുന്നതും. രണ്ട് തരത്തിലുള്ള റിസൾട്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റിസൾട്ട് കിട്ടി. പോസിറ്റീവ് റിസൾട്ട് കിട്ടിയതാണെങ്കിൽ മിറാക്കിൾ റിസൾട്ട് ആണ്, അൺബിലീവബിൾ റിസൾട്ട് ആണ്. അതായത് ഒരു ഗതിയില്ലാത്തവന് നല്ലൊരു വീട് കൊടുത്തു, അതേസമയം വീടിന് ആവശ്യപ്പെടാത്തവർക്ക് അള്ളാഹു വീട് കൊടുത്തുമില്ല അല്ലെ? പിന്നെ വേറൊരു ഉദാഹരണം, 2-3 സിസ്റ്റേഴ്സിനെ കുറിച്ചിട്ട്. അതായത് സൗദി അറേബ്യയിലെ നല്ല നിലയിലൊക്കെ ജോലി ചെയ്ത് വന്ന 3-4 യുവാക്കൾ. അവരിങ്ങനെ ആഴ്ചക്ക് ഒന്നരാടൊക്കെ ഉംറ ചെയ്യും. ആണുങ്ങൾ അങ്ങനെ അവിടെ ജീവിച്ചു, ഇവിടെ വീടും സെറ്റപ്പ് ഒക്കെ ആക്കി ഭാര്യക്ക്. അതേസമയം ഈ 4-5 പേരിൽ ഒരു ഭാര്യ വാശി പിടിച്ച് എനിക്ക് അവിടെ വരണം എന്നും പറഞ്ഞ് അവര് പോയി ഉംറ ചെയ്തു, ഹജ്ജ് ചെയ്തു, എല്ലാം കഴിഞ്ഞു തിരിച്ചു വന്നു. അത് അൽഹംദുലില്ലാഹ്. അവര് എന്നുവെച്ചാൽ അന്നേരം അത് പോയപ്പോ എല്ലാവരും അവരെ വിമർശിച്ചു. അപ്പം കണ്ടില്ലേ പോയത്, പൈസ ഇല്ലാണ്ട് അവന് ഓർണമെന്റ്സ് വിറ്റിട്ട് അങ്ങനെ എന്തൊക്കെയാണ് പോയത്. എങ്കിലും അവർ ഹജ്ജും ഉംറയൊക്കെ ചെയ്തു, നാട്ടിൽ തിരിച്ചെത്തി. പിന്നീടും പല വിഷയങ്ങളിലും അവർ വിവാദ വിഷയത്തിലായി. അവർ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളൊക്കെ അനുഭവിച്ചു. ഒരു എല്ലാം പല വിഷയങ്ങളും ഉണ്ട്. അപ്പൊ ഞാൻ എന്താന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല. അതെല്ലാം കഴിഞ്ഞു, അവരുടെ മകളെ കല്യാണവും കഴിഞ്ഞു. പിറ്റേത്തെ പ്രാവശ്യം തന്നെ ഉണ്ട് അവര് 1 month ഉംറക്ക് പോകുന്നെന്നും പറഞ്ഞ് ഫോൺ കോൾ. ഞാൻ അങ്ങോട്ട് ഞെട്ടിപ്പോയി. എത്രയോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നടന്ന് എന്തൊക്കെയോ ഫേസ് ചെയ്തു. പക്ഷെ അവര് ഉംറക്ക് 1 month, കുറച്ച് ദിവസത്തേക്കല്ല, 1 മാസത്തേക്ക് പോകുന്നു. അപ്പൊ നിങ്ങൾ നോക്കി, ദുആ ഇസ് ദ പവർഫുൾ വെപ്പൺ എന്ന് പറയുന്നതിൽ വല്ല പ്രയോജനം ഉണ്ടോ, വല്ല പോയിന്റ് ഉണ്ടോ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചിട്ട് അള്ളാഹു നമ്മളെ എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്, അല്ല അള്ളാഹുവിനെ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെ വിശ്വാസം അർപ്പിച്ചും കൊണ്ട് അള്ളാഹുവിനെ ഒരു കാര്യം ഏൽപ്പിക്കുന്നു, നമ്മൾ എങ്ങനെ ദുആ ചെയ്യുന്നു, അള്ളാഹു ഉത്തരം നൽകും എന്നുള്ളതിനുള്ള 100% റിസൾട്ടാണ് നമുക്ക് ഈ വിഷയത്തിൽ കിട്ടിയിട്ടുള്ളത് അല്ലെ? അതായത് അല്ലേ, സൂറത്തുൽ ബഖറയിലെ ആയത്തുകളാണ്. എന്റെ ദാസൻ എന്നെ പറ്റി ചോദിച്ചാൽ ഞാൻ വളരെ അടുത്തുള്ളവനാകുന്നു എന്ന് പറയുക അല്ലെ? ഉജീബു ദഅവത്തു ദാനി, എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവന് ഞാൻ ഉത്തരം നൽകുന്നതാണ് അല്ലെ? ഫൽ യസ്തജീബു ലി വയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. അതുകൊണ്ട് അവർ ആഹ്വാനം സ്വീകരിക്കുകയും അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ, അവർ നിർമാർഗം പ്രാപിക്കുവാൻ വേണ്ടിയാണത്രേ അത് അല്ലെ? അപ്പം അള്ളാഹുവോട് നമ്മൾ മനസ്സൊരുക്കി ഇഷ്ടം, അത് വളരെ സിൻസിയർ 100% ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് ആ ദുആക്ക് ഉത്തരം നൽകാതിരിക്കുകയില്ല അല്ലെ? കമ്പാരിറ്റീവ്ലി ഞാൻ ഒരു സിസ്റ്റർ കാര്യം മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വേറെയും 2-3 സിസ്റ്റേഴ്സ് ഇതുപോലെ ഗൾഫിൽ ജോലി ചെയ്യുന്നു. പക്ഷെ ഇവർക്കൊന്നും തന്നെ അങ്ങനെ ഹസ്ബൻഡുമാരോട് ഇങ്ങനെ പറയണം, ഉംറക്ക് പോകണം, ഹജ്ജിന് പോകണം എന്നൊന്നും വലിയൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഒരു സാധാരണ പെൺകുട്ടികൾ. അവര് അമർത്തി ചോദിക്കാത്തത് കൊണ്ടോ എന്തോ അന്നൊന്നും അവർ ഗൾഫിലുള്ള സമയത്ത്, ഹസ്ബൻഡുമാർ ഗൾഫിലുള്ള സമയത്ത് അവർക്ക് അവിടെ പോകാനോ ഉംറ ചെയ്യാനോ ഹജ്ജ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. അവരതിന് ആവശ്യപ്പെട്ടില്ലാത്തത് കൊണ്ടോ സാമ്പത്തിക നില എന്ന് പറഞ്ഞുകൂടാ, പക്ഷെ ആഗ്രഹം പ്രകടിപ്പിച്ചില്ല എന്നായിരിക്കും. അത് കഴിഞ്ഞ്
നാട്ടില് സെറ്റിൽ ആയപ്പോഴും ഭർത്താക്കന്മാർ അവരിതൊക്കെ കണ്ടതാ. പക്ഷെ അവർക്ക് ഇതിലൊന്നും ഒരു പുതുമയില്ല. അവർ കുറേ ഉംറ ചെയ്തു, ഒരാഴ്ചന്റെ ഹജ്ജ് ചെയ്തു, അങ്ങനൊക്കെ തിരിച്ചു വന്ന ആണുങ്ങളാ. പക്ഷെ അവർക്കൊന്നും തന്നെ ഇപ്പോഴും അതിനുള്ളൊരു ചാൻസ് കിട്ടുന്നില്ല അല്ലെ. അപ്പം ഇതൊക്കെ നമ്മൾ ഒന്നും കൂടെ ഒരു അനലൈസേഷന് വിധേയമാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബ്ഹാനഹു വ തആല യൻദുറു ഇലാ ഖുലൂബിക്കും അല്ലേ. അള്ളാഹു നമ്മുടെ കൽബിലേക്കാണ് നോക്കുന്നത്. നമ്മൾ സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാൻ വിചാരിച്ചാൽ തീർച്ചയായിട്ടും 100% ഇതില്ലേ. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ്, കേട്ട് മടുത്തതായിരിക്കാം മേ ബി. അതായത് ഒരു കുട്ടി അല്ലെ ഉമ്മയോട് ചോദിക്കുകയാണ്, ഷോപ്പിൽ ടൗണിൽ പോയപ്പോ എനിക്ക് ചോക്ലേറ്റ് വേണം, അല്ലെങ്കിൽ ജ്യൂസ് വേണം, ഐസ്ക്രീം വേണം, ടോയ് വേണം എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ഒരു കുഞ്ഞ്. ആ കുഞ്ഞിനറിയോ ഉമ്മന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടോ ഇല്ലേ, ബസ്സിന് പൈസ ഉണ്ടോ ഒന്നും അറിയില്ല. കുട്ടി ചോദിച്ച് കരയും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇന്നല്ലാഹ അനിയ്യുൻ ഹമീദ് അല്ലെ. അള്ളാഹു എന്ന് പറഞ്ഞാല് കോടീശ്വരനാണ് അല്ലെ. അള്ളാഹുവിന്റെ അടുത്തുള്ള പൈസ അള്ളാഹു ആദം നബി ഭൂമിയിലേക്ക് ഇറക്കിയ കാലം മുതലേ നമുക്ക് ഐശ്വര്യവും അനുഗ്രഹവും സമ്പത്തും ഭൂമിയിലേക്ക് വിതറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് വരെ അതിനൊരു സ്റ്റോപ്പേജ് ഉണ്ടായിട്ടില്ല അല്ലെ. ഷേഖ് സ്വാലിഹ് അൽ ഷേഖ് പറയുന്നു, തന്റെ റബ്ബിനോടുള്ള പ്രാർത്ഥന ഒരടിമ ഒഴിവാക്കിയാൽ അവന്റെ തൗഹീദ് ദുർബലമാകും അല്ലെ. പ്രാർത്ഥനയിൽ കുറവ് സംഭവിക്കുമ്പോഴെല്ലാം അടിമക്ക് അള്ളാഹുവുമായുള്ള ബലത്തിന്റെ കുറവ് സംഭവിച്ചിരിക്കും. അപ്പൊ ചിലരെല്ലാം ചോദിക്കും, അപ്പൊ നമ്മൾ എത്ര പ്രാവശ്യമായി ചോദിക്കുന്നത് തരുന്നില്ലാലോ. ആ ചോദ്യത്തിൽ ഒരു സിൻസിയറിറ്റി നിഴലിക്കണം അല്ലെ. എനിക്ക് റബ്ബ് തരും, എനിക്ക് റബ്ബ് തരണം, റബ്ബല്ലാണ്ട് വേറെ ആരും തരാനില്ല അല്ലെ. യൻസിലു തബാറക്കല്ലാഹു ഇല സമാഇ ദുനിയ അല്ലെ. ആകാശ ലോകത്തില് ഏറ്റവും അടുത്തുള്ള ആകാശത്തിലേക്ക് രാത്രിയുടെ 1/3 സമയത്ത് അള്ളാഹു ഇറങ്ങി വന്നിട്ട് ചോദിക്കും, അല്ലെ, ആരുണ്ട് എന്നോട് ചോദിക്കുവാൻ, ഞാൻ അവൻ അത് നൽകും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു നൽകണമെങ്കിൽ ചില കണ്ടീഷൻസ് ക്ലോസുകളൊക്കെ പറയുന്നുണ്ട് അല്ലെ. അന്നേരം നമ്മൾ എഴുന്നേറ്റിരുന്ന് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന പറയാം. പിന്നെ ഇന്ന ഫീ ഖൽഖി സമാവാതി ചെല്ലും. അതും അതിന്റെ മുമ്പേ ആയിട്ട് ടോയ്ലറ്റ് പോകുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറഞ്ഞൊരാള് ബാത്റൂമിലേക്ക് പോയി കഴിഞ്ഞതാണെങ്കിൽ അവൻ ചോദിക്കുന്നതെല്ലാം അള്ളാഹു നൽകുമെന്നില്ല ഒരു കണ്ടീഷൻ ക്ലോസ് ഉള്ള ഒരു ഹദീസാണ് അല്ലേ. അപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ട്, അതല്ല ഇപ്പൊ 4-5 മണിക്ക് ബാങ്കാണെങ്കിൽ 4:45 എണീറ്റ് ഒന്ന് ഓടിച്ചെന്ന് ബാത്റൂമിൽ പോയി ഒന്ന് കുളുകുളു ആക്കി വന്ന് അല്ലെ. അപ്പൊ നമുക്ക് ദുആ ചെയ്യാനും സമയം ഉണ്ടാവില്ല, വിത്രിസ്കരിക്കാനും സമയം ഉണ്ടാവില്ല, ദീർഘിപ്പിച്ച ഖുർആൻ പാരായണത്തിന് സമയം ഉണ്ടാവില്ല, അള്ളാഹുമായിട്ട് മുനാജാത്ത് നടത്താനും സമയം ഉണ്ടാവില്ല, ഇന്ററാക്ഷൻ നടത്താനും സമയം ഉണ്ടാവില്ല അല്ലെ. എപ്പോഴും പരാതിക്കൊട്ടയുമായി പോകാണ്ട് പലപ്പോഴും അള്ളാഹുവിനോട് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ഇങ്ങനെ വീണ്ടും 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 വായിത്തൊരാണ്ട് സംസാരിക്കണം അല്ലെ. അതും അള്ളാഹുവിന് ഇഷ്ടമാണ് അല്ലെ. ലൈൻ ശകർത്തും ലഅസീദന്നകും അല്ലെ, ലൈൻ കഫർത്തും ഇന്ന അദാബീ ലശദീദ് അല്ലെ. ആരെങ്കിലും അള്ളാഹുവിനെ ധിക്കരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അദാബ് നമുക്ക് കാണാൻ പറ്റൂല, കണ്ടു നിൽക്കാൻ പറ്റൂല, ഒരാൾക്കും അതിനെ തടുക്കാനും ആവില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ സിൻസിയറായിട്ട് ദുആ ചെയ്യുന്ന, അതിന് വേറൊരു കുറുക്കുവഴിയും ഒരു പോംവഴി ഒരു മഹറജ ഇല്ല. എന്ത് ദുആ തന്നെ ചോദിക്കുക അള്ളാഹുവിന്. അള്ളാഹുവിന് എത്ര പൈസക്കാരെല്ലാ കൊല്ലം 1-2-3 പ്രാവശ്യമൊക്കെ മക്കളുടെ അടുത്ത് പോയിട്ട് ഉംറക്ക് പോണവർ. ഇപ്പം തന്നെ ഞങ്ങളെ ഗ്രൂപ്പിൽ ഒരു ടീം ഉംറക്കൊക്കെ വന്ന് ഉംറക്കെ കഴിഞ്ഞ് അവർക്ക് ഏതോ റിലേറ്റീവ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് അവര് പിന്നെ ജിദ്ദയിൽ പോവുകയുണ്ടായി. അപ്പൊ ഞങ്ങള് നാട്ടിലേക്ക് വന്നു. അവര് ഒരാഴ്ചത്തെ എന്നിട്ട് അവര് ജിദ്ദയിൽ നിന്ന് അവരെ കൂടെ ഇപ്പൊ ഞങ്ങളെല്ലാം പോകുന്നേരം വീണ്ടും ജിദ്ദയിൽ നിന്ന് ഇഹ്റാം കെട്ടി വീണ്ടും ഉംറ ചെയ്തെന്നാ പറഞ്ഞു. അങ്ങനെ ഇഷ്ടമാതിരി ഉംറ നിർവഹിക്കുന്നവരൊക്കെ ഉണ്ടല്ലേ. ആക്ച്വലി നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും നമ്മളൊരു ഉമ്മവറ്റ പൈതലിനോളം പരിശുദ്ധമാകുവാനും അല്ലെ, നമ്മളെ അമലുകൾ സ്വീകരിക്കുവാനും റബ്ബേ നീ എന്റെ റബ്ബനാ തഖബ്ബൽ മിന്നാ എന്നും പറഞ്ഞ് നമ്മൾ നടത്തുന്ന ദുആ അല്ലെ, നമ്മളെല്ലാ അമൽ സ്വാലിഹാത്തുകളും അല്ലാഹു സ്വീകരിക്കുവാനും ആ പരിശുദ്ധ ഭൂമിയിലെത്തിയ ഒരു തുള്ളി കണ്ണീര് വാർത്താത്തവരായിട്ട് ആരുണ്ടാവില്ല അല്ലെ. എന്റെ പാപങ്ങൾ പുറത്തുകൊണ്ടാന്നും പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പൊ തൗബാ നിസ്കാരം പണ്ട് അത് അത്ര പ്രാക്ടിക്കൽ ആയിരുന്നില്ല. പണ്ടൊക്കെ ഏതെങ്കിലും
മൗലിയമാരെ ഏതെങ്കിലും സ്റ്റേജിൽ നിന്ന് വിളിച്ച് പറയുക തൗബയുടെ വചനങ്ങൾ ചെല്ല എന്ന് പറയല്ലാണ്ട് തൗബ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന സിൻസിയറായിട്ട് നമ്മൾ സിംഗിളായിട്ട് ഒറ്റക്കായിട്ട് അർദ്ധരാത്രിയിൽ നമ്മൾ ഒറ്റക്ക് ചെയ്യണം. അങ്ങനെ നമുക്ക് ചെയ്യാനുമില്ല. അത് ബാലത്തിങ്കൽ വെച്ചിട്ടാണെങ്കിലോ പാപം കഴുകിക്കളയുന്ന ഒരു പരിശുദ്ധ ഗേഹമാണല്ലോ, അത് അവിടെ വെച്ച് അത് ചെയ്യാനോ. അതുപോലെ അനേകായിരം ആളുകൾ നമ്മൾ പല കാര്യങ്ങളും വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുണ്ടല്ലേ ആ പരിശുദ്ധ മണ്ണിൽ. ഒരു വിശ്വാസി ലബൈക്ക് അല്ലാഹുമ്മ ലബൈക്കും പറഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ വിശ്വാസി എന്തെല്ലാം ദുആ ചെയ്യുന്നു അതും സ്വീകരിക്കും. അവൻ ആരെല്ലാം ദുആകൾ അവിടെ സമർപ്പിക്കുന്നുവോ അതും അല്ലാഹു സ്വീകരിക്കും ആ പറയുന്നല്ലേ. വെറുതെ അല്ല അല്ലേ. ഓരോരുത്തരും പോകുമ്പോ പറയുന്നത് എനിക്ക് അത് ദുആ ചെയ്യണേ ഇത് ദുആ ചെയ്യണേ എന്നൊക്കെ പറയുമ്പോ അതവിടെ സ്വീകരിക്കാൻ അല്ലാഹു രണ്ട് കൈകളും നീട്ടിയിരിക്കുകയാണല്ലേ. അപ്പൊ സ്വീകാര്യമായ ദുആകളാണ്. ഇപ്പം തന്നെ അതേ ഞാൻ പറഞ്ഞില്ല, 2016 ഞാൻ ഉംറക്ക് പോകുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും ഇത് എത്ര മലേഷ്യക്കാരോ ഇന്തോനേഷ്യക്കാരൊക്കെയാണ് റബ്ബെ ഇവിടെ, ഇതെന്താ മലയാളീസിനൊന്നും കാണാത്തത്, ഇവർക്കൊന്നും വന്നൂടെ ഇവിടെ. അന്നൊക്കെ അത്രയും പൈസയൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. പക്ഷെ ഇപ്പോഴാണ് ഇവരൊക്കെ കണ്ണ് തുറന്ന്. മലേഷ്യയിലൊക്കെ ഒരു കല്യാണത്തിന് ഒരു കുട്ടിക്ക് പെൺകുട്ടിക്ക് പ്രപ്പോസൽ വരണമെങ്കിൽ അവൾ എത്ര ഹജ്ജ് ചെയ്തു എന്നുള്ളതിന്റെ നമ്മളിവിടെ ബികോം MSc പിന്നെ PSc അല്ല സോറി MBBS എന്നുള്ള സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ അവരെ സർട്ടിഫിക്കറ്റ് അത് ഹജ്ജിന്റെ എണ്ണം അല്ലെ. അതുകൊണ്ട് അവരിങ്ങനെ മെനക്കെട്ട് വരുമാനം. ഇപ്പോഴും ഇന്തോനേഷ്യക്കാരൊക്കെ ചെറുപ്പക്കാരെന്നാ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു 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 അവിടെ അങ്ങനെ ഒരു നാട്ടുനടപ്പ് ഫോർമാലിറ്റി ഉള്ളത് കൊണ്ടായിരിക്കും അവരിങ്ങനെ. അപ്പൊ ഞാൻ വിചാരിക്കും അന്നൊന്നും. ഇപ്പൊ പക്ഷേ നേരം തിരിച്ചാണ് കേട്ടോ. ഒരുപാട് മലയാളികൾ ഒരുപാട് ഇപ്പം തന്നെ ഞങ്ങൾ വന്ന ശേഷം എത്രയോ ഗ്രൂപ്പ്സ് ഇപ്പൊ ഇവിടുന്ന് പോയിട്ടുണ്ട്. അപ്പൊ അൽഹംദുലില്ലാ മാഷാ അല്ലാ ഞങ്ങൾ പോയ ഒരു ഗ്രൂപ്പ് ഒരു ഗ്രീൻ ആസിസ് എന്നിട്ടുള്ള ഒരു മലപ്പുറം ബേസ്ഡ് ഹെഡ് ഓഫീസ് ഉള്ള ഒരു ഗ്രൂപ്പാണ്. നല്ലൊരു ഗ്രൂപ്പായിരുന്നു. എല്ലാം സിൻസിയറായിട്ട് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും എല്ലാം കൃത്യമായിട്ട് ഇതാക്കുന്ന. അപ്പൊ ഇനി ആരെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരും കൂടെ പോകാൻ തന്നെ. അത് പൈസ ആണെങ്കിൽ ബഡ്ജറ്റ് പ്രൈസും ആണ്, അധികമൊന്നും വാങ്ങിയിട്ടും ഇല്ല അങ്ങനെ. അപ്പൊ നമ്മള് അള്ളാഹു സത്യവിശ്വാസികൾ ഇപ്പോഴും എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് തന്നെ ചോദിച്ചു കൊണ്ടിരിക്കണം അല്ലെ. ആവശ്യമോ പ്രയാസമോ വന്നാൽ ആദ്യം അള്ളാഹുവിനോട് പരിഹാരം നേടുന്ന ഒരു സ്വഭാവമായിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടതില്ലേ. കൈകൾ ഉയർത്തി വിനയാന്വിതനായിക്കൊണ്ട് വിളിച്ച് തേടുന്നത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ്. നിങ്ങൾ ചോദിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലെ. അള്ളാഹുവോട് ചോദിക്കുമ്പോൾ കൂടുതൽ ചോദിക്കുക. കാരണം എല്ലാം കഴിയുന്ന റബ്ബിനോടാണല്ലോ നിങ്ങൾ ചോദിക്കുന്നല്ലേ. പലപ്പോഴും പല സഹോദരിമാരും ഓരോ വിഷയത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ അവര് പറയും നമ്മള് വീടില്ലാത്തവരൊക്കെ പറയും ചെറിയ വീട്, ഒരു 2 റൂമുള്ള വീട്, ഒരു മഴ ചോരാണ്ട് വീട്ടിൽ പറക്കാനുള്ള ഒരു 3 നേരം കഴിഞ്ഞിക്കുള്ള അഷ്ടിക്കുള്ള വക. പക്ഷെ ഞാൻ ചോദിക്കും നിങ്ങൾ എന്തിനാ ഇങ്ങനെ കുറച്ച് ചോദിക്കുന്നു. അപ്പൊ അവർക്കൊരു അത്ഭുതം അതെന്താ അങ്ങനെ. ഞാൻ ചോദിക്കും നിങ്ങൾക്ക് അപ്സ്റ്റേറുള്ള വീടും ഒരു സ്കൂട്ടറും, കാറില്ലെങ്കിൽ പോട്ടെ ഒരു സ്കൂട്ടർ ഉണ്ടെങ്കിൽ ചോദിച്ചൂടെ. ഇത് ചോദിക്കുന്നത് ആരോടാണ് നമ്മൾ ചോദിക്കുന്ന? മാലിക്കുൽ മുൽക്കായ രാജാവിനോടല്ല. അപ്പൊ എന്തിനാ നമ്മൾ അള്ളാഹുവിനെ ഇൻസൾട്ട് ചെയ്യുന്നത്? നമുക്ക് വലുതന്നെ ചോദിച്ചൂടെ എന്ന് ചോദിക്കുമ്പോ അവരിങ്ങനെ കണ്ണിലേക്ക് നോക്കും അല്ലെ. അതുപോലെ നമുക്ക് ഉംറക്കും ഇനിയിപ്പോ പോയി വന്നവര് തന്നെ ഇപ്പൊ മണ്ടൊക്കെ കോൺസെപ്റ്റ് ആയിരിക്കും പോയി പിന്നെ പോകണ്ട അത് മതി ഞാൻ അത്രേ പാപം ചെയ്തിട്ടു അങ്ങനെയൊന്നും ഇല്ല അല്ലെ. ഒരു 40 വയസ്സിൽ ഹജ്ജോ ഉംറയൊക്കെ ചെയ്താണ് 60, 50, 70 ഒക്കെ ആകുമ്പോ ഒരുപാട് പാപങ്ങൾ വീണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കറിയില്ല നമ്മൾ എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത്. അപ്പൊ വീണ്ടും ഉംറകളും ഒക്കെ നിർവഹിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെ. അള്ളാഹുവോട് ചോദിക്കുമ്പോൾ എല്ലാം കഴിയുന്ന റബ്ബിനോടാണ് ചോദിക്കുന്നത് അല്ലെ. അത് ഒരുപാട് തന്നെ ചോദിക്കുക, ശ്രദ്ധിക്കുക. പിന്നെ അള്ളാഹുവിന്റെ അടുത്ത് ലൈസ ഷൈഉൻ അക്രം അലല്ലാഹി തആല മിന ദുആകളേക്കാൾ മഹത്തരമായിട്ട് ഒന്നുമില്ല എന്നാ പറയുന്നില്ലേ. അള്ളാഹ്ക്ക് ഭയങ്കര ബഹുമാനമാണ് ദുആ ചെയ്യുന്നവന്. ദുആ ചെയ്യാതെ ഇന്നഹു മല്ലം യസ്അലില്ലാഹ യഗ്ളബു അലൈഹി, ദുആ ചെയ്യാത്ത ഒരുവനോട് അള്ളാഹു കോപിച്ചിരിക്കുന്നു അല്ലേ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ അടുത്ത ദിവസം ഞാന് സ്പീക്കിംഗ് കോഴ്സ് നടത്തുന്നതില് നമ്മുടെ റഹസാന അവരെ ഉമ്മ എപ്പോഴോ ഒന്ന് സമദാനിന്റെ പ്രസംഗം കേട്ടപ്പോ അവര് മനസ്സിലിങ്ങനെ വിചാരിച്ചോലെ എന്നെ മക്കളിൽ ആരും ഇങ്ങനെ പ്രസംഗിക്കുന്നോലില്ലാലോ അല്ലെ.
ആ പ്രസംഗം ഒരു കലയാണല്ലോ അല്ലെ, അത് അതിന്റെ വൃത്തിക്ക് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ്. കാരണം നല്ല രീതിയിൽ ഓഡിയൻസിനെ സമീപിക്കുക, പിന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ല. അന്നിപ്പോ തൗഹീദാണ് നമ്മൾ അവതരിപ്പിക്കുന്നതെങ്കിൽ പോലും അത് നല്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രവാചകൻ പറഞ്ഞതുപോലെയുള്ള അതിനുള്ള ഹദീസും അതിന്റെ ദലീലും ഒക്കെ വെച്ച് ഒതന്റിസിറ്റി പ്രൂവ് ചെയ്തിട്ടൊക്കെ നല്ല രീതിയിൽ കഥയും പിന്നെ തമാശ എല്ലാം കൂടെ മിക്സ് ചെയ്ത് പറയുന്ന ഒരു ടോൺ ഉണ്ടല്ലോ, അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ പറയുന്ന കേട്ടപ്പോ ആ സ്ത്രീ വെറുതെ അങ്ങനെ വിചാരിച്ചു പോയ വർഷങ്ങൾക്ക് മുമ്പ്. അത് കഴിഞ്ഞപ്പോ എന്റെ കോഴ്സിൽ ചേർന്ന് അവര് റസാന് നന്നായിട്ട് ക്ലാസ് എടുക്കുന്നൊക്കെ ഉണ്ടല്ലോ, ഓഫ്ലൈനും ഓൺലൈനും ഒക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് കോഴ്സ് കഴിഞ്ഞതിന് മുമ്പേ തന്നെ അവരെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഉമ്മ പറയാ, ഞാൻ അന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നു, ഒരു ഖേദം മാതിരി, ഒരു നെഗറ്റീവ് തോട്ടായിട്ടല്ല, എന്റെ കുട്ടികളിൽ ആരും ഇപ്രകാരം പറയുന്നവരില്ലാലോ. അപ്പൊ അതാണ് പറയുന്നത്, നമ്മുടെ ഉള്ളിന്റെ ഉള്ളറകളിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലും അല്ലേ, അള്ളാഹു എന്നുറു ഇലാ ഖുലൂബിക്കുന്ന, നമ്മൾ കൽബിലേക്കാ നോക്കുന്നത്. നല്ല നിയ്യത്തോടു കൂടി ഒരു നല്ല കാര്യമാണല്ലോ ഉമ്മ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം അള്ളാഹു ഇന്ന് അവർക്ക് ആ ആഗ്രഹം സഫലീകരിച്ചു കൊടുത്തത് അല്ലേ. വൈകാലി അബീഹിയ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅൻ. അതാര് ചോദിച്ചതാണ്? ആര് ചോദിച്ചതാണ്? നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ പിതാവ് ആസറിനോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അല്ലെ. ബിംബാരാധന ചെയ്യുന്ന, ബിംബങ്ങൾ ഉണ്ടാക്കുന്ന പിതാവിനോട് ചോദിക്കുക, യഖാലലി അബിഹി യാ അബത്തി, എന്റെ പിതാവേ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു, എല്ലാം നിങ്ങൾ ആരാധിക്കുന്നത് കേൾക്കുകയും കാണുകയും ഒന്നും ചെയ്യാത്ത ഒരു ദൈവത്തോടാണോ? ശരിയാണല്ലോ, ബിംബങ്ങൾ ആരാധിക്കുന്നവർ ബിംബങ്ങൾ വല്ലതും ചെയ്യുന്നുണ്ടോ? കബറാളികളെ ആരാധിക്കുന്നവർ കബറാളികൾ വല്ലതും ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്നിട്ടും അവർ അവരെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെ. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറ എന്ന് പറയുന്ന എല്ലാ കഴിവുകളും അല്ലെ. അസ്മാഉൽ ഹുസ്ന പഠിച്ചവർക്കറിയാം, അള്ളാഹുവിനില്ലാത്ത ഒരു കഴിവുകളും ഇല്ല അല്ലെ. എല്ലാം തികഞ്ഞ അള്ളാഹുവിന് നേരെ കൈനീട്ടുവാൻ നമുക്ക് അല്പം മടിയാണ്, അല്പം ലജ്ജയാണ് അല്ലെ. വലാ യോനി അൻക ഷൈഅ, ഒരു ഉപകാരം ചെയ്യാത്ത വസ്തുവിനെ നിങ്ങൾ എന്തിനാ ആരാധിക്കണം പിതാവേ അല്ലെ. അന്ന് ചോദിച്ചതിന്റെ പേരിലാണ് ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തീ കുണ്ടാരത്തിൽ ഇടേണ്ടിയൊക്കെ വന്നത് അല്ലെ. അല്ല, പിതാവ് പറഞ്ഞോണം പിന്നെ ബിംബങ്ങളെ ഉണ്ടാക്കുകയും അതുകൊണ്ട് വിൽക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇബ്രാഹിം നബിക്ക് ആകെ രക്ഷ. ഇബ്രാഹിം നബി ഇന്ന് ഇവിടത്തെക്കാളും അല്ലെ, അതായത് നാളെ പരലോകമാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്രയും പ്രയാസപ്പെട്ടിട്ടും ആ തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിച്ചു. പിന്നെ അബ്ദുല്ലാഹിബിന് മസൂദിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ, നിങ്ങൾ അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് അവനോട് ചോദിക്കുക, തീർച്ചയായും അള്ളാഹു അവൻ ചോദിക്കുന്നത് ഇഷ്ടപ്പെടുന്നു അല്ലെ. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് ചോദിച്ചു കൊള്ളുക, ചോദിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടും അല്ലെ. നമുക്കറിയാം, ഒരു കുട്ടി അല്ലെ, ഇപ്പൊ നല്ല ഡോക്ടർമാരൊക്കെ ആണെങ്കിൽ അവരവരെ കുട്ടികളെ പിന്നെയും ഡോക്ടർ ആവാനാണ് നോക്കുക, എഞ്ചിനീയർ ആവാനാണ് നോക്കുക. ഇനി ഒരു ടീച്ചർ പ്രൊഫഷൻ ആണെങ്കിൽ മാക്സിമം അവരൊന്നൊക്കെ ലെക്ചറോ അങ്ങനെ ടീച്ചിങ് പ്രൊഫഷൻ തന്നെയാണ് അവർ തെരഞ്ഞെടുക്കുക അല്ലെ. അപ്പൊ അവരത് ചെറുപ്പത്തിൽ വെച്ചേ മോൾഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഒരു ഡോക്ടർ ആണെങ്കിൽ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് എന്നൊക്കെ ഇപ്പൊ ബയോളജിക്കൽ സംബന്ധമായ വിഷയങ്ങളെ കുറിച്ചിട്ട് കുട്ടീനെ പഠിപ്പിച്ചിട്ട് കുട്ടീനെ അതിന് പ്രഷർ ചെയ്തിട്ടും പിന്നെ MBBS അല്ല അതിന്റെ മുമ്പ് എൻട്രൻസ് എഴുതിയിട്ടില്ലേ, അങ്ങനെ എന്താക്കും, ആ പ്രായം തൊട്ടേ അവര് മോൾഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതുപോലെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് ഇങ്ങനെ, ഇനി കുട്ടികളെ പഠനത്തിന്റെ വിഷയമാണെങ്കിലും തൗഹീദിന്റെ വിഷയമാണെങ്കിലും ആഫ്റ്റർ അവർ ഡെത്ത്, നമ്മളെ മരണത്തിന് ശേഷം നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളെ കിട്ടുവാൻ വേണ്ടി ഒക്കെ നമ്മളിങ്ങനെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. നമുക്കറിയാലോ അല്ലെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന് എനിക്കൊരു നല്ല സന്താന പരമ്പരയുടെ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഭക്ത നിസ്കാരത്തിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തന്നെ ചേർത്ത് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വേറൊരു പ്രവാചകന്മാരില്ലേ, സുലൈമാൻ നബി അലൈഹി സ്വലാം, ദാവൂദ് നബി അലൈഹി സ്വലാം, ഈസ, അവരൊന്നും അപ്രകാരം അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ല അല്ലെ. അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചിട്ട ചോദ്യങ്ങൾക്ക് മാത്രമായിരിക്കും അല്ലെ. ഒരു പണ്ടൊരു ചൊല്ലുണ്ട്, കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ എന്നല്ലേ. അപ്പൊ ഈ ഉംറക്കും ഹജ്ജിനൊക്കെ വേണ്ടിയിട്ട് ദുആ ചെയ്ത് കരഞ്ഞു വാശി പിടിക്കുന്നവർക്ക് അള്ളാഹു അത് കൊടുക്കും. ഇപ്പൊ എൻ്റെ അടുത്തൊരു ഫ്രണ്ട് ഇതുപോലെ ഒരു മാർഗവും ഇല്ല, ഒരു 1000 റുപ്യ വരെ ഒരു ഉംറക്ക് പോകാനുള്ള വകുപ്പില്ലാത്തതാണ്. അവള് ദുആ ചെയ്ത് നമ്മൾ ഗ്രൂപ്പിൽ ആഡായി, പിന്നെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പായി എല്ലാരോടും. കോഴിക്കോട് വരണമെന്നാണ്, കോഴിക്കോട് വന്ന്
ആദ്യമായിട്ടാണ് അവള് കടല് കാണുന്നത്. കടല് കണ്ടോക്കുമ്പോഴുള്ള സന്തോഷത്തിന് ഒരു അതിരുമില്ല. ഭയങ്കരമായിട്ടുള്ള സന്തോഷിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ചെടുക്കുക. ആ മണിക്കൂറട്ടെ ഞാൻ തന്നെ അന്തപ്പെട്ട് ബീച്ചിൽ നിന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച ആൾക്കാരൊക്കെ നോക്കുക. അവിടെ സന്തോഷം കൊണ്ട് കടലൊക്കെ അവർക്ക് എന്തോ ഒരു അത്ഭുതമാണെന്ന് വേണം പറയാൻ. മലപ്പുറം ഭാഗത്തുള്ള കണ്ണൂരൊക്കെ കടലിനുള്ളതുകൊണ്ട്, കണ്ണൂരും കോഴിക്കോടൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര ഫീലിങ്സ് ഉണ്ടാവില്ല. നമ്മളത് കുട്ടിക്കാലം മുതലേ കാണുന്നല്ല. അപ്പൊ മലപ്പുറത്തുനിന്ന് വന്നതാണ് അങ്ങനെ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നമുക്കൊന്ന് മാള് കാണാൻ പോകും. അപ്പൊ മാള് കണ്ടോക്കുമ്പോൾ എസ്കലേറ്റർ ഒക്കെ കണ്ടോക്കുമ്പോൾ ഭയങ്കര അത്ഭുതം. അത് കഴിഞ്ഞ് ഇവര് വൈഡായിട്ട് ദുആ ചെയ്തിട്ടുണ്ടാവും. ഉടനെ തന്നെ അവർക്ക് ഉംറക്ക് പോകാനും ഉംറക്ക് പർച്ചേസിനുള്ള പൈസ വരെ എന്ന് പറയുമ്പോൾ 1000 ഉറുപ്യ തയ്ച്ചെടുക്കാനില്ലാത്തായിരുന്നു. ഇപ്പൊ അത് അതുപോലെ തന്നെ എപ്പോഴും പറയും എന്റെ മോക്ക് നല്ല പ്രപ്പോസൽ കോഴിക്കോട് നിന്ന് വരുന്നേ, കോഴിക്കോടുള്ള. അതുപോലെ തന്നെ അവര് ദുആ ചെയ്തിട്ടുണ്ട്. അതാണ് ദുആ ഈസ് ദ പവർഫുൾ വെപ്പൺ എന്ന് പറയുന്നത്. പിന്നെ ബിലീവേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു പിടുത്തം, ആ ഒരു ദുആന്റെ പവർഫുൾ ആയിരിക്കാം. നല്ലൊരു ഫാമിലീസ് തന്നെ കല്യാണം കഴിക്കുകയും നല്ല ലെവലിൽ തന്നെ നിക്കാഹ് കഴിച്ച് അവളെയും കൊണ്ട് ചുറ്റിയടി. കോഴിക്കോട് അങ്ങനെയാണല്ലോ, നിക്കാഹ് കഴിച്ചാൽ പിന്നെ പെണ്ണിനെയും കൊണ്ട് നടക്കും, ഹലാലായല്ലോ ബന്ധം. ആ രീതിയിൽ അങ്ങനെയൊക്കെ അവര് ആഗ്രഹിച്ചതൊക്കെയും അല്ലാഹു ദുആ ചെയ്ത് നേടാൻ പറ്റുന്നില്ലേ. അത് അവരൊക്കെ നമുക്കൊരു മാതൃകകളാവട്ടല്ലേ. ദുആകളിൽ നമ്മൾ ഒരിക്കലും പിശുക്ക് കാണിക്കരുത്. പലരും ദുആ ചെയ്യുമ്പോൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യൂല. കാരണം എന്താ അറിയാ, വിചാരിക്കുക നമ്മൾ സക്കാത്ത് കൊടുക്കാണ്ടായിപ്പോ. സക്കാത്തും സദക്കയൊക്കെ എന്തിനാ കൊടുക്കാണ്ട് നിൽക്കുന്നത്? നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണം അല്ലെ, ഇഷ്ടമാതിരി കൊടുക്കണം. അള്ളാഹുലേ മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്നാണല്ലോ. വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ ബിഹി അലീം. നിങ്ങൾ എന്ത് തന്നെ ഒന്ന് ചെയ്താലും അല്ലേ, ഒരു ചെറിയ സദക്ക പോലും. ഇന്നിപ്പോ ഞങ്ങളുടെ പള്ളി കമ്മിറ്റിന്റെ ഒരു പിരിവ് വന്നു. അപ്പൊ അവിടെ കേന്ദ്ര പള്ളി ഫണ്ട് കമ്മിറ്റിന്റെ പിരിവാണെന്ന് പറഞ്ഞ് വന്നപ്പോ ഞാൻ എന്റെ സുഹൃത്തിന്റെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളെ പള്ളി ഫണ്ടിന്റെ പൈസ ആണ്, നിങ്ങൾ അതിലിട്ടൊക്കെ. എന്നോട് ചോദിച്ചു എന്തിനാ തന്നത് നിങ്ങൾക്ക് ഇട്ട്. ഞാൻ പറഞ്ഞു അതല്ല, എന്റെ മേലിൽ ഇപ്പൊ ഖുർആൻ പിന്നെ കൊടുക്കുന്നതായിട്ട് ആരോപണമൊക്കെ വന്നിക്കണമെന്നില്ല, ഒരു പ്രൂഫ് കിടന്നോട്ടെ, നിങ്ങളിട്ട എനിക്കൊരു തെളിവായല്ലോ എന്ന് പറഞ്ഞ് തമാശ പറഞ്ഞ് അവരെ കൈ കൊടുത്തു. അപ്പൊ കേന്ദ്ര പള്ളി ഫണ്ട് ഇപ്പൊ കഴിഞ്ഞ കൊല്ലം പിരിച്ചത് എത്ര 85 ലക്ഷം എത്ര രൂപയാണ് കേരളത്തിൽ നിന്ന് മൊത്തമുള്ള പള്ളികളിൽ നിന്നില്ലേ. അങ്ങനെ പള്ളികളൊക്കെ എടുക്കുകയും ആക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടൊക്കെ നമ്മൾ ദുആ ചെയ്യണം. ദുആ ഇസ് ദ പവർഫുൾ വെപ്പണില്ലേ. പലപ്പോഴും പല സഹോദരിമാരും പരാതി പറയുന്നേക്കാം, എന്നെ ഹസ്ബൻഡ് ഒന്നും തരൂല, സാധനം മാത്രമേ കൊണ്ടുപോയി തരുള്ളൂ, നമുക്കൊന്നും വാങ്ങാൻ പറ്റൂല, നമുക്കൊന്നും കൊടുക്കാൻ പറ്റൂല. പല ഹസ്ബൻഡുമാരോട് എന്തെങ്കിലും ഒരു ധർമ്മത്തിന് വേണ്ടി ചോദിച്ചാൽ അതിന്റെ ഏതറ്റം വരെ ഒരു ചകഞ്ഞ് മാന്തി ചോദിക്കുക, അതെന്തിനാണ്, എവിടാണ്, എപ്പോഴാണ്, അവർ പള്ളി എടുക്കുന്നുണ്ടോ, അവർ കിണർ കുഴിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് തെളിവുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ചോദിച്ചു പോവാ. അപ്പൊ ഈ ചോദിച്ച സഹോദരി വിചാരിക്കുന്ന മതി ചോദിക്കണ്ടേ, അതിന് പൈസ ഇട്ട് കിട്ടിയതും ഇല്ല അല്ലെ. അവര് നല്ല മനസ്സോടു കൂടെ ആയിരിക്കും ആവശ്യപ്പെടുന്നില്ലേ. അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇനി കയ്യിൽ ക്യാഷ് എത്തി, ഉംറന്റെ ഒരു വിഷയം മാത്രമല്ല, ഇനിയിപ്പോ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലാന്ന് തന്നെ വെക്കാം, നമുക്കൊന്നും ചെലവിന് കിട്ടല്ല. ചെലവിന് മീൻസ് നമ്മൾ ആഗ്രഹിക്കുന്ന പല ചാരിറ്റിക്കും പല കാര്യങ്ങൾക്കും കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ദുആ ചെയ്തോളൂ. നിങ്ങളെ ഹസ്ബൻഡ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ ഒരുപാട് തരുന്നതില്ലേ. അള്ളാഹു ഇന്നല്ലാഹ അനിയ്യുൻ ഹമീദാണല്ലേ. അള്ളാഹു അക്ബറാണ്, കബീറാണ്, ഖദീറാണ്. അള്ളാഹു തരും. അള്ളാഹു വാരിക്കോരി തരാൻ വിചാരിച്ചാൽ അള്ളാഹു തരാൻ വിചാരിച്ചാൽ, അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കാൻ വിചാരിച്ചാല് അത് വേറൊരാളും അല്ലേ വിചാരിച്ചാലും അള്ളാഹു തരാൻ വിചാരിച്ചത് തടയാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. അതുപോലെ തന്നെ അള്ളാഹു ഒരു സംഗതി തരണ്ടാന്ന് വിചാരിച്ചില്ലേ, ഒരു നല്ല ഭയങ്കര കോടീശ്വരന്റെ മകളെ കല്യാണം, എല്ലാ സംഗതികളും ഒക്കെ റെഡിയായി, പൊന്നും ആഭരണം ഡ്രസ്സും ഹോളും എല്ലാം റെഡിയായി അല്ലെ. വരന് തലേ ദിവസം ആക്സിഡന്റിൽ മരിക്കുന്നു അല്ലെ. അവരൊരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ അള്ളാഹു ഒരു നടക്കണ്ടാന്ന് വിചാരിച്ചൊരു കാര്യം നടത്താൻ ആരും തീരുമാനിച്ചാൽ നടക്കൂല അല്ലെ. ആ പെൺകുട്ടി പറയും എനിക്കിനി വിവാഹമേ വേണ്ട അല്ലെ. അയാൾ ഉണ്ടാക്കിയ സ്വത്തിനൊക്കെ എന്ത് വലിയ, അവർക്ക് എന്ത് മനസ്സമാധാനമുള്ള ആ കുട്ടി ഒരു പിടിവാശിയിൽ നിൽക്കുക. ഞാൻ അത്രമാത്രം സ്നേഹിച്ചു പോയിരുന്നു, നിക്കാഹ് കഴിച്ചിട്ട് നമ്മൾ അത്രയും ക്ലോസ് ആയി പോയിട്ടുണ്ട്, എനിക്കിനി ഒരു വിവാഹം ഈ ലോകത്തില്ല, എനിക്ക് അവിടെ എത്തിയിട്ട് അവൻ മാത്രം മതി എന്ന് പറഞ്ഞാൽ അവരെ പരമ്പര നിലനിർത്താൻ പറ്റും അല്ലേ. അടുത്ത ദിവസം ഒരാരോ ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞു,
ഒരു കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞ് സെക്കൻഡ് മാരേജോ മറ്റാണ്. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഹസ്ബൻഡിന് കുട്ടികളുണ്ടാവില്ല. ഇവർക്കാണെങ്കിൽ ഒറ്റ മകളുമാണ്. അത്യാവശ്യം സാമ്പത്തിക ലെവലൊക്കെ ഉള്ളതാണ്. അപ്പൊ അവർക്ക് പാരമ്പര്യം, അതായത് ഒരു പാരമ്പര്യം അതോടുകൂടെ പെൺകുട്ടിയോട് കൂടെ നിന്ന് പോകും. നിങ്ങളൊന്ന് ഹറമ പോയിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യണേ. നല്ലൊരു ദുആ ആണ് അല്ലേ? കാരണം അത് നമ്മളെ തന്നെ ആശങ്കാകുലരാക്കുന്ന ഒരു ടോണാണ് അത്. അപ്പൊ ഞാനവിടെ പോയി ദുആ ചെയ്ത പക്ഷേ അവർക്ക് മിറാക്കിൾ സംഭവിക്കാൻ അള്ളാഹ്ക്ക് കഴിയും. മെഡിക്കൽ സയൻസിലാവട്ടെ, വേറെ എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ ഹെൽത്തിലാവട്ടെ, വേൾഡിലാവട്ടെ, പിന്നെ നമ്മുടെ സമ്പത്തിലാവട്ടെ, രോഗാവസ്ഥയിലാവട്ടെ, ബോഡിയിലാവട്ടെ, എന്ത് വിഷയത്തിൽ വേൾഡ് തന്നെ അല്ലേ? നമുക്കറിയാം നമ്മുടെ നരേന്ദ്രമോദി ഗവൺമെന്റ് മറ്റേ പൗരത്വാവകാശ ബില്ലും പറഞ്ഞ് നമ്മുടെ ഇവിടുന്ന് അട്ടിപ്പായിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അള്ളാഹു ഒരൊറ്റടൽ അങ്ങോട്ട് ഇട്ടുകൊടുത്തില്ലേ? ലോകം മുഴുവൻ കൊറോണ ഭീഷണി അതോടുകൂടി പകച്ചു നിന്നപ്പോ അതുപോലെ മറ്റൊരു ഭീഷണിയിലാണ് നമ്മൾ ഉള്ളതിലെ വഖഫ് ബോർഡിന്റെ. ഇപ്പൊ സുബ്ഹാനഹു തആല ആ വഖഫ് ബോർഡിന്റെ തീരുമാനങ്ങളൊക്കെ പതക്കുന്ന പായസത്തിലേക്ക് വീണ മഞ്ഞുതുള്ളി പോലെ അന്ന് ഉരുകി ലയിച്ച് ലൈഫായി പൊട്ടറ. അപ്പൊ നമുക്ക് ഏറ്റവും നല്ല, നമുക്ക് മുസ്ലിംസിന് ഏറ്റവും ഇസ്സത്ത് നൽകുന്നല്ലേ? അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിം അതില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുക. മാത്രമല്ല ഈ വഖഫ് ബോർഡിന്റെ തീരുമാനങ്ങളൊക്കെ വളരെ 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 ബാലിശമായ തീരുമാനങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അറ്റാക്ക് ചെയ്യുന്ന ജാതി തീരുമാനങ്ങൾ. അപ്പൊ ആ തീരുമാനങ്ങളൊക്കെ തന്നെ മുസ്ലിംസിനെ അഗേൻസ്റ്റ് വരുന്ന എല്ലാ തീരുമാനങ്ങളും ഇൻവാലിഡ് ആയിപ്പോട്ടെ റബ്ബേ, അതൊക്കെ പിന്നെ ലൈഫായിപ്പോട്ടെ, അതൊന്നും നടപ്പിൽ വരുത്താൻ അവർക്ക് സാധിക്കാതായിപ്പോട്ടെ എന്ന് മനന്നൊന്ത് പ്രാർത്ഥിക്കണം എല്ലാ ഭക്ത നമസ്കാരത്തിലും. ഇൻഷാ അല്ലാഹ് ബില്ലാഹി തൗഫീഖ്. അങ്ങനെ ഇപ്രകാരം നമ്മൾ സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു നമുക്ക് നൽകും, നൽകാതിരിക്കുകയില്ല എന്നൊരു ബോധ്യം വേണം അല്ലെ? അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ സ്വാലിഹായ അമല ഈ ഉംറ മാത്രമല്ല കേട്ടോ, അങ്ങനെ എന്ത് വിഷയം നമുക്ക് ചോദിക്കണം തോന്നിക്കഴിഞ്ഞാൽ വളരെ അള്ളാഹുവിനോട് തന്നെ ചോദിക്കേണ്ടുമ്പോൾ അള്ളാഹുവിനോട് തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. അതും ചോദിക്കുമ്പോൾ നല്ല കനത്ത് തന്നെ ചോദിക്കണം. അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയും ചോദിക്കണം അല്ലെ? അങ്ങനെ ചോദിച്ചിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും നടത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ദുആ ചെയ്യുന്നതാണ്. വെറുതെ കൈ ഉയർത്തിപ്പിടിച്ച് എന്തൊക്കെയോ കുറച്ച് പറഞ്ഞ് അങ്ങനെയല്ല ദുആ എന്ന് പറയുന്നത് അല്ലെ? ദുആ എന്ന് പറയുന്നത് ശരിക്കും 100% സിൻസിയർ ആയിട്ട് തന്നെ നമ്മൾ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് വബില്ലാഹി തൗഫീഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ദുആകളും